BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പൊങ്കാല പൊങ്കാല ആയിരം മംഗമായി അമ്മയ്ക്കു നൽകും പൊങ്കാല 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 പൊങ്കാല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഒരുപാട് പ്രമുഖ വ്യക്തികളാണ് സ്വന്തം പാർട്ടി വിട്ട് മറ്റു പ്രസ്ഥാനങ്ങളിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. പലരും അംഗത്വം സ്വീകരിക്കാതെ തന്നെ സ്വതന്ത്രരായും മത്സരിക്കുന്നുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പത്രിക സമർപ്പണം അവസാനിച്ച ഉടൻ തന്നെ പ്രശസ്ത സോപാന സംഗീത കലാകാരൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്നാണ് ഹരിഗോവിന്ദൻ അംഗത്വം സ്വീകരിച്ചത്. KNA ഖാദർ അടക്കമുള്ള ലീഗ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ലീഗിൽ ചേരാനുള്ള തീരുമാനം സ്വയം എടുത്തതാണെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പ് അംഗത്വം എടുത്താൽ അത് സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് കൊണ്ടാണ് വൈകിയതെന്നുമാണ് ഹരിഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കൂടാതെ വിശ്വമാനവികത ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളെന്നും ആ വിശ്വമാനവികതയിൽ വിശ്വസിച്ചാണ് ലീഗിലേക്ക് വന്നതെന്നും അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് സാദിഖ് അലി തങ്ങളാണ്. അതുപോലെ വാക്കും പ്രവൃത്തിയും രണ്ടാകുന്ന കാലത്ത് ലീഗിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും ഹരിഗോവിന്ദൻ പ്രതികരിച്ചു. ക്ഷേത്ര ആചാര സംഗീതം മാത്രമായിരുന്ന സോപാന സംഗീതം ആദ്യമായി ക്ഷേത്രത്തിന് പുറത്തെത്തിച്ച് ജനകീയമാക്കിയ ഞരളത്ത് രാമപൊതുവാളിന്റെ മകനാണ് ഹരിഗോവിന്ദൻ. ഇന്ത്യക്കകത്തും പുറത്തുമായി ഏകദേശം 5000-ഓളം വേദികളിൽ സോപാന സംഗീതം അവതരിപ്പിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. കൂടാതെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഹരിഗോവിന്ദൻ കലാസംബന്ധമായ 3 പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. 2017 ഹരിഗോവിന്ദൻ സോപാന സംഗീതത്തിൽ റംസാൻ ഗീതമൊരുക്കിയത് വളരെ ശ്രദ്ധേയമായി തീർന്നിരുന്നു. ഹരിഗോവിന്ദൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ അത് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കിയത്. കേരളത്തിൽ സമീപകാലത്ത് വല്ലാത്തൊരു ധ്രുവീകരണത്തിന്റെ പ്രവണത കാണുന്നു. വരാനിരിക്കുന്ന സാമൂഹിക ദുരന്തത്തെ മുൻകൂട്ടി കണ്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് കലാകാരന്റെ ധർമ്മം. അല്ലാതെ പാട്ട് പാടുക, പണമുണ്ടാക്കുക, പ്രശസ്തി നേടുക എന്നതൊന്നുമല്ല എന്നാണ് ഹരിഗോവിന്ദൻ വ്യക്തമാക്കുന്ന നിലപാട്. ഇനി അങ്ങോട്ട് മുസ്ലിം ലീഗിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് ഹരിഗോവിന്ദൻ ലക്ഷ്യമിടുന്നത്. ലീഗിന്റെ മതേതര പ്രതിച്ഛായക്ക് തൂവൽ ചാർത്തുന്ന ഒന്നായി മാറും ഹരിഗോവിന്ദന്റെ അംഗത്വം. ഇനി ലീഗിന്റെ പ്രചാരണ പരിപാടികളിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.